ഒരു പത്രത്തിന്റെ എഡിറ്റർ ഒരിക്കൽ ഒരു യുവാവിനോട് പറഞ്ഞു, നിനക്ക് വേണ്ടത്ര ഭാവനാശക്തിയില്ല, നല്ല ആശയങ്ങളുമില്ല. ആ യുവാവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി. അയാൾ പിന്നീട് പല ബിസിനസ്സുകളും തുടങ്ങി. പക്ഷെ അവയിൽ പലതും പരാജയപ്പെട്ടു. കടബാധ്യതകൾ കുന്നുകൂടി. എന്നാൽ ഇന്ന് ആ മനുഷ്യന്റെ പേര് ലോകത്തിലെ കോടിക്കണക്കിന് ആളുകളുടെ ബാല്യകാല ഓർമ്മകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അയാൾ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സാങ്കല്പിക കഥാപാത്രങ്ങളായി മാറി. അയാൾ സ്ഥാപിച്ച കമ്പനി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മീഡിയയും എന്റർടൈൻമെന്റ് സ്ഥാപനങ്ങളിലൊന്നുമാണ്. ആ മനുഷ്യൻ വാൾട്ട് ഡിസ്നി. ഇന്ന് നമുക്കറിയാം, ഭാവന ശക്തിയില്ല എന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട ഒരാൾ എങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിനോദ സാമ്രാജ്യങ്ങളിൽ ഒന്ന് സൃഷ്ടിച്ചു എന്ന്. വാൾട്ടർ ഏലിയാസ് ഡിസ്നി ജനിച്ചത് 1901 ഡിസംബർ 5 അമേരിക്കയിലെ ചിക്കാഗോ നഗരത്തിലായിരുന്നു. അച്ഛൻ ഏലിയാസ് ഡിസ്നി, അമ്മ ഫ്ലോറ ഡിസ്നി. കുടുംബം സാമ്പത്തികമായി വലിയ സമ്പന്നരായിരുന്നില്ല. ചെറുപ്പം മുതൽ വാൾട്ടിന് ചിത്രരചനയിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. വീട്ടിലെ മൃഗങ്ങളെയും പ്രകൃതി ദൃശ്യങ്ങളെയും നോക്കി മണിക്കൂറുകളോളം ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. അവന്റെ സുഹൃത്തുക്കൾ കളിക്കുമ്പോൾ അവൻ പെൻസിലും പേപ്പറും പിടിച്ചിരിക്കും. പക്ഷെ കുടുംബം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുകയായിരുന്നു. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു. ഡിസ്നിയുടെ കുടുംബം പിന്നീട് കാൻസാസ് സിറ്റിയിലേക്ക് മാറി. അവിടെ പിതാവിന്റെ പത്രവിതരണ ബിസിനസ്സിൽ വാൾട്ട് സഹായിച്ചു. രാവിലെ 3:30 എഴുന്നേറ്റ് പത്രങ്ങൾ വിതരണം ചെയ്യുക, ശേഷം സ്കൂളിൽ പോകുക, വീണ്ടും വീട്ടിലെത്തി ജോലി ചെയ്യുക. ഇതായിരുന്നു അവന്റെ ദിനചര്യ. ഉറക്കം പോലും ശരിയായി ലഭിക്കാറില്ലായിരുന്നു. പക്ഷേ ഈ കാഴ്ചപ്പാടുകൾ പിന്നീട് അവന്റെ ജീവിതത്തിലെ വലിയ വെല്ലുവിളികളെ നേരിടാൻ അവനെ സഹായിച്ചു. യുവാവായ ശേഷം വാൾട്ട് ഒരു പത്രസ്ഥാപനത്തിൽ കാർട്ടൂണിസ്റ്റായി ജോലി തേടി. അദ്ദേഹം കാൻസാസ് സിറ്റി സ്റ്റാറിൽ നേരിട്ട് ജോലി ചെയ്തിട്ടില്ലെങ്കിലും പിന്നീട് കാൻസാസ് സിറ്റി സ്ലൈഡ് കമ്പനി പോലുള്ള സ്ഥാപനങ്ങളിൽ പരസ്യ ചിത്രങ്ങൾ വരയ്ക്കുന്ന ജോലികൾ ചെയ്തു. എന്നാൽ ചരിത്രത്തിൽ പ്രശസ്തമായ ഒരു കഥയുണ്ട്. ഡിസ്നി ജോലി ചെയ്തിരുന്ന ഒരു പത്രത്തിലെ എഡിറ്റർ അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ പറഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. അതാണ്, ഇയാൾക്ക് ഭാവനാശക്തി കുറവാണ്, നല്ല ആശയങ്ങളൊന്നുമില്ല. ഇത് ശരിയായ രേഖാമൂലമുള്ള ഉദ്ധരണിയാണോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ തമ്മിൽ ചർച്ചയുണ്ടെങ്കിലും ഈ കഥ ലോകമെമ്പാടും പ്രശസ്തമായി. വിചിത്രമായ കാര്യം എന്താണെന്ന് അറിയാമോ? പിന്നീട് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സാങ്കല്പിക കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചത് ഇതേ മനുഷ്യനായിരുന്നു. 1922 ഡിസ്നി തന്റെ ആദ്യ ആനിമേഷൻ കമ്പനി ആരംഭിച്ചു. പേര് ലാഫോഗ്രാം സ്റ്റുഡിയോ. കമ്പനി വലിയ സ്വപ്നങ്ങളോടെയാണ് ആരംഭിച്ചത്. പ്രാദേശിക കഥകളെ ആനിമേഷനാക്കി. പക്ഷേ സാമ്പത്തിക നിയന്ത്രണം മോശമായിരുന്നു. വരുമാനം കുറവായിരുന്നു. ചെലവുകൾ കൂടുതലായിരുന്നു. അവസാനം കമ്പനി അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തി. ഡിസ്നിക്ക് ശമ്പളം പോലും നൽകാൻ പണമില്ലാതെയായി. ചില റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം ഓഫീസിൽ തന്നെ ഉറങ്ങുകയും വില കുറഞ്ഞ ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുകയും ചെയ്തിരുന്നത്. 1923 കമ്പനി പൂർണ്ണമായും തകർന്നു. പരാജയത്തിന് ശേഷം പലരും സ്വപ്നങ്ങൾ ഉപേക്ഷിക്കും. പക്ഷെ വാൾട്ട് അങ്ങനെ ചെയ്തില്ല. 1923 അദ്ദേഹം ഹോളിവുഡിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ കൈവശം ഏകദേശം $40 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു സ്യൂട്ട് കേസ്, ചില ഡ്രോയിങ്ങുകൾ, അവസാനിക്കാത്ത സ്വപ്നങ്ങൾ. ഇതായിരുന്നു സമ്പത്ത്. അവിടെ സഹോദരൻ റോയ് ഒ ഡിസ്നി സഹായത്തിനായി ഒപ്പമുണ്ടായിരുന്നു. ഇരുവരും ചേർന്ന് പിന്നീട് ദി വാൾട്ട് ഡിസ്നി കമ്പനി ആരംഭിച്ചു. 1927 ഡിസ്നി സൃഷ്ടിച്ച കഥാപാത്രമാണ് ഓസ്വാൾഡ് ദി ലക്കി റാബിറ്റ്. ഓസ്വാൾഡ് കഥാപാത്രം ജനപ്രിയമായി. പക്ഷേ വലിയ പ്രശ്നമുണ്ടായി. കരാറിലെ അവകാശങ്ങൾ ഡിസ്നിയുടേതായിരുന്നില്ല. ഡിസ്ട്രിബ്യൂട്ടർ അവകാശങ്ങൾ കൈവശം വെച്ചിരുന്നു. 1928 ഡിസ്നിക്ക് തന്റെ തന്നെ കഥാപാത്രത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പല ജീവനക്കാരെയും മത്സരക്കാർ സ്വന്തമാക്കി. വീണ്ടും അദ്ദേഹം ശൂന്യനായി. ഓസ്വാൾഡ് നഷ്ടപ്പെട്ട ശേഷം ട്രെയിൻ യാത്രക്കിടയിൽ ഒരു പുതിയ കഥാപാത്രത്തിന്റെ ആശയം രൂപപ്പെട്ടു. ആ കഥാപാത്രമായിരുന്നു മിക്കി മൗസ്. ആദ്യമായി പേര് മോർട്ടിമർ മൗസ് എന്ന് ആലോചിച്ചു. പക്ഷെ ഭാര്യ ലിലിയൻ ഡിസ്നി മിക്കി എന്ന പേര് നിർദ്ദേശിച്ചു. 1928 പുറത്തിറങ്ങിയ സ്റ്റീം ബോട്ട് വില്ലി സിങ്ക്രണൈസ് സൗണ്ട് ഉപയോഗിച്ച ആദ്യകാല വിജയകരമായ കാർട്ടൂൺ ചിത്രങ്ങളിൽ ഒന്നായി മാറി. മിക്കി മൗസ് ലോകമെമ്പാടും പ്രശസ്തനായി. 1930കളിൽ ഡിസ്നി ഒരു വലിയ തീരുമാനമെടുത്തു. പൂർണ്ണ ദൈർഘ്യമുള്ള ആനിമേഷൻ സിനിമ. അന്നത്തെ ആളുകൾ അത് അസാധ്യമാണെന്ന് കരുതി. ഹോളിവുഡിൽ ഇതിനെ ഡിസ്നീസ് ഫോളി എന്ന് വിളിച്ചു. പക്ഷേ 1937 പുറത്തിറങ്ങിയ സ്നോ വൈറ്റ് ആൻഡ് ദി സെവൻ ഡ്വാർഫ്സ് ചരിത്രം മാറ്റിമറിച്ചു. ഏകദേശം $1.5 മില്യൺ ചെലവിൽ നിർമ്മിച്ച ചിത്രം വൻ വിജയമായി. ഇത് ആനിമേഷൻ വ്യവസായത്തെ തന്നെ മാറ്റി. 1950കളിൽ ഡിസ്നി മറ്റൊരു സ്വപ്നം കണ്ടു. കുടുംബങ്ങൾക്ക് ഒരുമിച്ച് ആസ്വദിക്കാവുന്ന ഒരു തീം പാർക്ക്. ആ സ്വപ്നമായിരുന്നു ഡിസ്നി ലാൻഡ്.
പല നിക്ഷേപകരും ഇത് പരാജയപ്പെടുമെന്ന് പറഞ്ഞു. ഡിസ്നി സ്വന്തം സ്വത്തുക്കൾ വരെ പണയം വെച്ചു. 1955 ജൂലൈ 17 ഡിസ്നി ലാൻഡ് തുറന്നു. ആദ്യ ദിനം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വൻ വിജയമായി. ഇന്ന് ലോകമെമ്പാടുമുള്ള ഡിസ്നി പാർക്കുകൾ കോടിക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. 1966 ഡിസംബർ 15 വാൾട്ട് ഡിസ്നി അന്തരിച്ചു. പ്രായം 65 ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ അവസാനിച്ചില്ല. ഇന്ന് ദി വാൾട്ട് ഡിസ്നി കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ മീഡിയ കമ്പനികളിൽ ഒന്നാണ്. ഇതിന്റെ കീഴിൽ പിക്സാർ, മാർവൽ സ്റ്റുഡിയോസ്, ലൂക്കാസ് ഫിലിം, 20th സെഞ്ചുറി സ്റ്റുഡിയോസ് പോലുള്ള വമ്പൻ ബ്രാൻഡുകൾ ഉൾപ്പെടുന്നു. ഒരു എഡിറ്റർ പറഞ്ഞത്, നിനക്ക് ഭാവനാശക്തിയില്ല. ഒരു ബിസിനസ് പരാജയപ്പെട്ടു. സ്വന്തം കഥാപാത്രത്തിന്റെ അവകാശം നഷ്ടപ്പെട്ടു. പലതവണ ജീവിതം തകർന്നു വീണു. പക്ഷെ അദ്ദേഹം ഒരിക്കലും സ്വപ്നം കാണുന്നത് നിർത്തിയില്ല. വാൾട്ട് ഡിസ്നിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്: പരാജയം നിങ്ങളെ നിർവചിക്കുന്നില്ല. നിങ്ങൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. നിങ്ങൾക്കും ഒരു സ്വപ്നമുണ്ടെങ്കിൽ ഇന്ന് അതിലേക്ക് ഒരു ചെറിയ ചുവടുവെപ്പ് നടത്തൂ. കാരണം ലോകത്തെ മാറ്റിയ പല കഥകളും ആരംഭിച്ചത് ഒരു പരാജയത്തിൽ നിന്നാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.